മാംഗല്യം ഭാഗം 10. പിറ്റേ ദിവസം രാവിലെ ഷിലു വൈകിയാണ് ഉണർന്നത്. അടിച്ചത് കൊണ്ട് നീര് അങ്ങനെ തന്നെയുണ്ട്, വേദനയുമുണ്ട്, പക്ഷേ ഒരാശ്വാസമുണ്ട്. അവൾ സൂര്യൻ തന്ന ഫോൺ എടുത്ത് നോക്കി. വാൾപേപ്പർ തന്നെ സൂര്യനും അവളും ഒരുമിച്ചെടുത്ത ഒരു ഫോട്ടോയായിരുന്നു. അവൾക്ക് അത് കണ്ടപ്പോൾ എന്തോ മനസ്സിലൽപ്പം ആശ്വാസം തോന്നി. സമയം നോക്കുമ്പോൾ 9 മണിയായി. സൂര്യൻ്റെ നമ്പറിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ട്. ഉണർന്നോ എന്ന് ചോദിച്ച്. അവനോട് ഉണർന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് അടച്ച് ഫോൺ എടുത്ത് സൈലൻ്റാക്കി അലമാരയിൽ വെച്ചു. സമയം ഇത്രയായിട്ടും അമ്മ വിളിക്കാൻ വന്നില്ല എന്ന് കണ്ടതും അവൾക്ക് അത്ഭുതം തോന്നി. സാധാരണ 7 മണിയാവുമ്പോൾ തന്നെ വന്ന് വിളി തുടങ്ങും. അത് ഓർത്തവൾ അലമാരയിൽ നിന്ന് ഡ്രസ്സ് എടുത്ത് കുളിക്കാൻ കയറി. കുളിച്ചു കഴിഞ്ഞ് വന്ന് കവിളിൽ ഓയിൻമെൻറ്റ് പുരട്ടി താഴേക്കിറങ്ങി. സോഫയിൽ വന്നിരുന്നപ്പോൾ രാധിക അങ്ങോട്ട് വന്നു. ആ, ഉണർന്നോ? ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വന്ന് കഴിക്ക്. അത് പറഞ്ഞതും അവൾ അവരോട് മറുത്തൊരു സംസാരത്തിന് നിൽക്കാതെ ഭക്ഷണവും ചായയും എടുത്തു കഴിച്ചു. അവൾക്ക് രാത്രി ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് തന്നെ നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. അവൾ വിശ്വനാഥനെ അവിടെയൊക്കെ നോക്കി. പുറത്ത് വണ്ടി കാണാതെ ആയതും അവൾക്ക് മനസ്സിലായി അച്ഛൻ അവിടെ ഇല്ല എന്ന്. സോഫയിൽ നോക്കുമ്പോൾ അച്ഛൻ്റെ ഫോൺ കിടക്കുന്നത് ഷിലു കണ്ടു. സൂര്യേട്ടൻ പറഞ്ഞിട്ടുണ്ടായല്ലോ ആരവിൻ്റെ ഫോട്ടോയും നമ്പറും വേണമെന്ന്, അച്ഛൻ്റെ ഫോണിൽ കാണും. അത് പറഞ്ഞ് അവൾ അയാളുടെ ഫോൺ കയ്യിലെടുത്ത് അതിൽ നോക്കി. വിചാരിച്ചതുപോലെ തന്നെ ആരവിൻ്റെ ഫോട്ടോയും നമ്പറും അതിലുണ്ടായിരുന്നു. അവൾ അത് വേഗമെടുത്ത് അവൾക്ക് സൂര്യൻ കൊടുത്ത നമ്പറിലേക്ക് അയച്ചു കൊടുത്തു. ശേഷം ഫോൺ എടുത്ത സ്ഥലത്ത് തന്നെ തിരികെ വയ്ക്കുകയും ചെയ്തു. രാധിക വന്ന് നോക്കുമ്പോൾ ഹാളിലെ സോഫയിൽ വെറുതെ ഇരിക്കുന്ന ഷിലുവിനെ ആണ് കണ്ടത്. ഷിലു, ഈ വീടൊന്ന് തൂത്തുവാരിയിട്ടെ. അത് കേട്ടതും അവൾ അവരെ ഒന്ന് നോക്കി പിന്നാമ്പുറത്ത് നിന്ന് ചൂലെടുത്തുകൊണ്ടുവന്ന് വീട് അടിച്ചു വാരി. പിന്നീട് പതുക്കെ തിരികെ മുറിയിലേക്ക് പോയി. വാതിലടച്ച് ഫോൺ എടുത്ത് അതിൽ നിന്നും ആരവിൻ്റെ ഫോട്ടോയും നമ്പറും സൂര്യൻ അയച്ചു കൊടുത്തു. അപ്പോഴേക്കും നേരത്തെ അയച്ച മെസ്സേജിന് അവൻ റിപ്ലൈ അയച്ചിരുന്നു. വേദനയുണ്ടോ എന്ന് ചോദിച്ച്. കുറവുണ്ട് എന്ന് പറഞ്ഞ് തിരികെ മെസ്സേജ് അയച്ച് ഫോൺ തിരിച്ചു വെച്ചു. ഓഫീസിലിരിക്കുന്ന സമയമാണ് സൂര്യന് മെസ്സേജ് വന്നത്. ആരവിൻ്റെ ഫോട്ടോയും നമ്പറും കണ്ടതും അവൻ മനസ്സിൽ പലതും കണക്കുകൂട്ടി. വൈകിട്ട് കരുണനുമൊത്ത് അയാളുടെ ഗസ്റ്റ് ഹൗസിൽ മദ്യസേവയിലാണ് വിശ്വനാഥൻ. എടാ കരുണ, നീ അറിഞ്ഞോ? എന്താ? എൻ്റെ മോൾക്കൊരു പ്രേമം. നീ തന്നെയല്ലേ അവൾക്ക് അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞത്? ഞാനും അറിഞ്ഞില്ല, ഇന്നലെയാണ് അറിഞ്ഞത്. എന്നിട്ട് നീ എന്ത് ചെയ്തു? എന്ത് ചെയ്തു എന്നല്ല, അവൾക്ക് സ്നേഹിക്കാൻ ഞാൻ ഏറ്റവും വെറുക്കുന്നവളുടെ മകനെ തന്നെ വേണം. വെറുക്കുന്നതോ? അതാരാണ്? അവൾ, വരലക്ഷ്മി. ഏത്? നിന്റെ പെങ്ങളോ? ആ, അത് തന്നെ. നിന്റെ മോളാൾ കൊള്ളാലോ. അങ്ങോട്ട് പോകരുതെന്ന് ഞാൻ താക്കീത് ചെയ്തതാണ്, എന്നിട്ടും പോയി. കൊടുത്തു ഞാൻ ഇന്നലെ നല്ലവണ്ണം. എന്നിട്ട് അവൾ എന്തു പറഞ്ഞു? അവൾ അവനെ കെട്ടുവെന്ന്, അവനെ മറക്കാൻ പറ്റില്ലെന്ന്. വിശ്വനാഥന് ജീവനുണ്ടെങ്കിൽ ഞാനത് നടത്തി കൊടുക്കില്ല. അവൾ ഇനി വല്ല അവിവേകം കാണിക്കുമോ വിശ്വ? ഇല്ല കരുണ, ആരവ് മോനായിട്ടുള്ള എൻ്റെ മകളുടെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. ഇതെൻ്റെ വാക്കാണ്. അത് മതി. പണ്ടെങ്ങോ മുറിഞ്ഞു പോയ ബന്ധമാണ് നമ്മുടേത്. അത് കൂട്ടിച്ചേർക്കേണ്ടത് ആവശ്യമാണ്. പിന്നല്ലാതെ എൻ്റെ മകളല്ല, ഇതിന് ആര് തടസ്സം നിന്നാലും ഈ വിവാഹം തീരുമാനിച്ചുറപ്പിച്ചതുപോലെ വിശ്വനാഥൻ നടത്തിയിരിക്കും. അത് കേട്ടതും കരുണൻ്റെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിക്ക് പല അർത്ഥങ്ങളുണ്ടായിരുന്നു. അവനോടൊന്ന് സംസാരിക്കണോ എനിക്ക്, എൻ്റെ മോളെ കറക്കിയെടുത്ത ആ IPS പട്ടിയോട്. ഹാ, നീ അടങ്ങു വിശ്വ. അവനോട് പ്രശ്നത്തിനൊന്നും പോകണ്ട. നിന്റെ മകളെ എൻ്റെ മകനെ കൊണ്ട് കെട്ടിക്ക്. അതാണ് ഇപ്പോൾ അവന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ശിക്ഷ. അത് കേട്ടതും വിശ്വൻ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. ശേഷം അത് ശരിയാണെന്ന് പറഞ്ഞു. അവനൊരു പോലീസുകാരനാണെന്ന് ഉള്ളത് മറന്ന് നീ ഒന്നും ചെയ്യരുത് വിശ്വ. അവനല്ലേ ആ ഗ്യാങ് റേപ്പ് കേസിലെ പ്രതികളെ പിടിച്ചത്? ആ, അത് തന്നെ. എന്തുവാ അവൻ്റെ പേര്? സൂര്യശങ്കർ. അത് പറഞ്ഞ് ഇരുവരും കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ്സിലെ മദ്യം അകത്താക്കി.
കുറച്ചു നേരം കഴിഞ്ഞ് വിശ്വൻ തിരികെ വീട്ടിലേക്ക് പോയി. അയാൾ പോയതും കരുണൻ ക്രൂരമായി ഒന്ന് പുഞ്ചിരിച്ചു. തൻ്റെ പ്ലാൻ അതുപോലെ തന്നെ നടക്കുന്നുണ്ട് എന്ന സന്തോഷമായിരുന്നു അയാളിൽ അന്നേരം. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഇന്ന് 26-ാം തീയതിയാണ്. 2 ദിവസം കഴിഞ്ഞാണ് നിശ്ചയം. കളരിക്കൽ തറവാട് മുഴുവൻ നിശ്ചയം ആഘോഷിക്കുകയാണ്. വിശ്വൻ്റെയും രാധികയുടെയും അടുത്ത ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും ആഘോഷത്തിലാണ്, ശിലു ഒഴികെ. സൂര്യൻ എന്നും വിളിക്കാറുണ്ട്. അവനോട് സംസാരിക്കുന്നത് മാത്രമാണ് അവൾക്കിപ്പോഴുള്ള ഏക ആശ്വാസം. അവൾക്ക് അവനോട് സംസാരിക്കാൻ തോന്നിപ്പോയി. അച്ഛനും അമ്മയും തന്നോട് അധികം സംസാരിക്കാറില്ല, ആവശ്യത്തിന് മാത്രം. മുറിയിലെ ജനൽ വഴി പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് ശിലു. ഇടയ്ക്ക് അച്ഛൻ്റെ കാറ് പുറത്തേക്കും അകത്തേക്കും വരുന്നതും പോകുന്നതും അവൾ കാണുന്നുണ്ട്. അപ്പോഴാണ് മുറിയിലേക്ക് രാധിക കയറി വന്നത്. ശിലു, അവൾ അവരെ തിരിഞ്ഞു നോക്കി. ദാ, നിശ്ചയത്തിനുള്ള ഡ്രസ്സ് തയ്ച്ചു കിട്ടിയിട്ടുണ്ട്. നീ ഇതിട്ട് നോക്കി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വേഗം പറയ്. അവൾ അതിന് ഒന്ന് മൂളിയിരിക്കാതെ വേഗം ഇട്ട് നോക്ക്. നാളെ ഇനി ഇതിനൊക്കെ ഓടി നടക്കാൻ നേരം ഉണ്ടാവില്ല. അത് പറഞ്ഞ് ഡ്രസ്സ് കട്ടിലിൽ വെച്ച് രാധിക തിരികെ പോയി. അവൾ ആ ഡ്രസ്സൊന്ന് കയ്യിലെടുത്തു. ശേഷം അത് തിരികെ വെച്ചു. അവൾക്ക് എല്ലാത്തിനോടും മടുപ്പ് തോന്നി. അവൾക്ക് സൂര്യനെ ഒന്ന് കാണാൻ തോന്നി. ഒരാഴ്ചയോളം ആയിരിക്കുന്നു സൂര്യേട്ടനെ ഒന്ന് കണ്ടിട്ട്. സൂര്യേട്ടൻ്റെ സംസാരം എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച പോലെയാണ്. അതൊക്കെ ഓർത്തിരിക്കുമ്പോഴാണ് അവളുടെ ഫോണിലേക്ക് സൂര്യൻ്റെ കോള് വന്നത്. സൂര്യേട്ടാ. അവനെ വിളിക്കുമ്പോഴേക്കും അവളുടെ ശബ്ദം ഒന്നിടറി. തുമ്പി, കരയുവാണോ പൊന്ന? അവൾ അല്ല എന്ന് മൂളി. പക്ഷേ അവൾ കരയുകയാണെന്ന് അവന് മനസ്സിലായി. കരയല്ലേ പൊന്ന, എല്ലാം ശരിയാവും. മൂളാതെ ഒന്ന് സംസാരിക്ക്. എനിക്ക് ഏട്ടനെ കാണാൻ തോന്നുക. ഇവിടെ ആരും എന്നോട് നേരെ സംസാരിക്കുന്ന കൂടിയില്ല. ആകെ മടുപ്പ് തോന്നുന്നു സൂര്യേട്ടാ. സാരമില്ല, എല്ലാം ശരിയാവും, കരയണ്ട. ഇന്ന് രാത്രി പറ്റുമെങ്കിൽ ഞാൻ വരാം. വേണ്ട, വീട്ടിൽ ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട്. ചിലപ്പോൾ ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാവും. നാളെ കൊണ്ട് എല്ലാം കലങ്ങിത്തെളിയും. എൻ്റെ കുട്ടി വിഷമിക്കാതിരിക്ക്. എങ്കിൽ ഞാൻ വെക്കട്ടെ, ഓഫീസിലാണ്. കരയരുത്, സമയത്തിന് ഭക്ഷണം കഴിക്കണം. ലവ് യു ടു. അത് പറഞ്ഞ് ഫോൺ വെച്ച് അവൾ വീണ്ടും പുറത്തേക്ക് നോക്കിയിരുന്നു. അവിടെ ഇരുന്ന് നോക്കിയാൽ അപ്പച്ചിയുടെ വീട് കാണാം. നോക്കുമ്പോൾ കിച്ചു ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നുണ്ട്. അവളെ കണ്ടതും അവൻ കൈവീശി കാണിച്ചു. അവളും തിരികെ കൈവീശി കാണിച്ചു. അവൾക്ക് അങ്ങോട്ട് പോവാൻ തോന്നി. പക്ഷേ പറ്റില്ലല്ലോ. അതോർത്തിരിക്കുമ്പോഴാണ് രാധിക വീണ്ടും വന്നത്. നീ ഡ്രസ്സ് ഇട്ട് നോക്കിയോ ശിലു? കുഴപ്പമില്ല. ഇട്ട് നോക്കിയില്ല എങ്കിൽ കൂടി അവൾ അങ്ങനെ ഒരു കള്ളം പറഞ്ഞു. എങ്കിൽ നീ താഴേക്ക് വരാൻ നോക്ക്. വെറുതെ ഒറ്റയ്ക്കിരുന്ന് നടക്കാത്ത കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടണ്ട. അത് പറഞ്ഞിട്ടും ശിലു ഒന്നും തിരികെ പറഞ്ഞില്ല. താഴെ നിന്നെ വലിയമ്മയും അമ്മായിയും ഒക്കെ അന്വേഷിക്കുന്നുണ്ട്. അവരൊക്കെ ഇപ്പോൾ വന്നേ ഉള്ളൂ. അത് പറഞ്ഞ് രാധിക പോയതും അവളും കൂടെ ഇറങ്ങി. അമ്മയുടെ ചേച്ചിയാണ് രതി. അവരാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കൂടെ അവരുടെ അമ്മായിയുമുണ്ട്. ആഹാ, ശിലുമോള് വന്നോ? അത് കേട്ടതും അവൾ അവരെ നോക്കി പുഞ്ചിരിച്ചു. ശിലു ആകെ ക്ഷീണിച്ചു പോയല്ലോ. അതവൾക്കൊരു പനി വന്നതാണ് രതിയേച്ചി. ആകെ ക്ഷീണിച്ചു പോയി. നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കണം കുട്ടി. ഇപ്പോഴത്തെ പനിയൊക്കെ ആകെ നമ്മളെ ഉലച്ചു കളയും. അമ്മായിയാണ് അത് പറഞ്ഞത്. ആ സംസാരം അങ്ങനെ തുടർന്നു. വീട് നിറയെ ബന്ധുക്കളായി. വൈകിട്ടായപ്പോൾ കൂടാതെ അച്ഛൻ്റെ കൂട്ടുകാരും എത്തി. സഹായത്തിനൊക്കെ കുറേ ആളുകളായി. ശിലു ആണെങ്കിൽ ആകെ കലങ്ങി മറിഞ്ഞ മനസ്സുമായി ഒരു ശില കണക്കെ അവിടെ നിന്നു. അവൾ അവിടെ ഉണ്ടെങ്കിലും മനസ്സ് മറ്റെവിടെയോ ആയിരുന്നു. എല്ലാവരും വന്ന് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അവൾ തെളിച്ചമില്ലാത്ത ഒരു പുഞ്ചിരിയിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വാക്കിൽ സംസാരം ഒതുക്കും. രാത്രി ഒരുപാട് വൈകിയാണ് എല്ലാവരും കിടന്നത്. ഓരോന്നൊക്കെ സംസാരിച്ചും കളിച്ചും ചിരിച്ചുമൊക്കെ എല്ലാവരും ഇരുന്നു. ശിലു പക്ഷേ എല്ലാത്തിൽ നിന്നും ഉൾവലിഞ്ഞു നിന്നു. അവൾക്ക് തന്നെ അറിയില്ലായിരുന്നു എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന്.
രാത്രി കിടക്കുന്നതിന് മുൻപ് സൂര്യൻ്റെ മെസ്സേജ് വന്നിരുന്നു. എന്തോ തിരക്കിലാണ്, നാളെ രാവിലെ വിളിക്കാം എന്ന് പറഞ്ഞ്. അടുത്തതെന്തെന്നറിയാതെ ആ രാത്രിയും അവൾ ഉറക്കമില്ലാതെ കഴിച്ചുകൂട്ടി. ഇന്ന് നിശ്ചയത്തിൻ്റെ തലേ ദിവസമാണ്. രാവിലെ ബന്ധുക്കളുടെ ബഹളം കേട്ടാണ് ഷിലു ഉണർന്നത്. ഫോൺ എടുത്തു നോക്കുമ്പോൾ സൂര്യൻ വിളിച്ചിട്ടില്ല. കുളിച്ച് താഴേക്ക് ചെന്നപ്പോൾ എല്ലാവരും ഭയങ്കരമായ പണിയിലാണ്. ഷിലു ചെന്നപ്പോൾ എല്ലാവരും അവളോട് സംസാരിക്കുന്നും വിശേഷം ചോദിക്കുന്നും ഒക്കെയുണ്ട്. എല്ലാവരോടും മറുപടി പറഞ്ഞ് എങ്ങനെയൊക്കെയോ അവൾ കഴിച്ചുകൂട്ടി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പന്തല് പണിക്കാർ വന്നു പന്തലിട്ടു. ഷിലു എല്ലാം നിർവികാരതയോടെ നോക്കിയിരുന്നു. അപ്പോഴേക്കും വിശ്വനാഥൻ അകത്തേക്ക് വന്നു. അയാളുടെ കയ്യിൽ നിശ്ചയത്തിനിടാനുള്ള മോതിരം ഉണ്ടായിരുന്നു. അയാൾ അത് എല്ലാവരെയും കാണിച്ചു കൊടുത്തു. രാധിക ആ മോതിരം കൊണ്ടുവന്ന് ഷിലുവിൻ്റെ കയ്യിൽ കൊടുത്തു. അവൾ അതിലേക്ക് നോക്കി. അവൾക്ക് പ്രത്യേകിച്ച് ഭാവമൊന്നും തോന്നിയില്ല. അവൾ ആ മോതിരം കൊള്ളാമെന്ന് മാത്രം പറഞ്ഞ് തിരിച്ച് രാധികയുടെ കയ്യിലേക്ക് തന്നെ കൊടുത്തു. താഴെ എല്ലാവരുടെയും ഇടയിൽ നിൽക്കുമ്പോൾ തനിക്ക് വല്ല ഭ്രാന്ത് പിടിക്കും എന്ന് കരുതി അവൾ തിരികെ മുറിയിലേക്ക് തന്നെ പോയി. ഓ, അവളൊരു ചെക്കൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതാവും എപ്പോഴും മുറിയിൽ തന്നെ ഇരിക്കുന്നത്. ഷിലു തിരികെ മുറിയിലേക്ക് കയറിപ്പോകും വഴി ബന്ധുക്കളുടെ ഇടയിൽ നിന്ന് ഉയർന്ന സ്വരമാണ്. അത് കേട്ടപ്പോൾ അവൾക്ക് അരോചകമായാണ് തോന്നിയത്. അവൾ അത് കേട്ടെങ്കിലും കേൾക്കാത്ത രീതിയിൽ മുറിയിലേക്ക് തന്നെ കയറിപ്പോയി. മുറിയിൽ കയറി വാതിലടച്ച് ഫോൺ എടുത്ത് നോക്കുമ്പോൾ സൂര്യൻ്റെ 3-4 മിസ്ഡ് കോൾ കിടക്കുന്നുണ്ട്. അവൾ ഫോൺ എടുത്ത് തിരിച്ച് സൂര്യൻ്റെ നമ്പർ ഡയൽ ചെയ്തു. ഒരു റിങ് അടിച്ചപ്പോൾ തന്നെ ഫോൺ എടുത്തു. തുമ്പി. അവൻ്റെ പ്രണയത്തോടെയുള്ള ശബ്ദം കേട്ടതും അവളുടെ ഉള്ളിൽ അത്ര നേരം ഉണ്ടായിരുന്ന വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം എങ്ങോ മാഞ്ഞുപോയി. സൂര്യേട്ടാ, ഇന്നലെ എവിടെയായിരുന്നു? കുറച്ച് തിരക്കായിരുന്നു തുമ്പി. അതൊക്കെ എന്തിനാണെന്ന് വൈകാതെ നീ അറിയും. നീ വിഷമിക്കരുത്. ഈ നിശ്ചയവും കല്യാണവും ഒന്നും നടക്കില്ല. നിനക്ക് ഞാനല്ലേ വാക്ക് തന്നിരിക്കുന്നത്. അവൻ്റെ നാവിൽ നിന്നും അതൊന്ന് കേട്ടാൽ മതിയായിരുന്നു അവൾക്ക് ആശ്വാസം കിട്ടാൻ. എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ആകെ വട്ട് പിടിക്കുന്നത് പോലെയാണ്. ഓരോ ആളുകളുടെ സംസാരങ്ങളും രീതികളും കണ്ടിട്ട് എനിക്ക് എന്തോ അരോചകമായിട്ടാണ് തോന്നുന്നത്. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ഞാൻ നിൻ്റെ നമ്പർ കിച്ചുവിന് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ അവൻ വിളിക്കും നിന്നെ. അവൻ വിളിച്ചാൽ ഫോൺ എടുക്കണം. നിന്നോട് സംസാരിച്ചിട്ട് ഒത്തിരി നാളായി എന്ന് പറഞ്ഞു. അമ്മയും ഇന്നലെ അത് പറയുന്നുണ്ടായിരുന്നു. എനിക്ക് സംസാരിക്കാൻ ആഗ്രഹമില്ലാതിരുന്നിട്ടാണോ? പറ്റാത്തത് കൊണ്ടല്ലേ? എങ്കിൽ ഞാൻ വെക്കുക. കുറച്ചുകൂടി പണി ചെയ്തു തീർക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ തുമ്പിയെ കാണാൻ വരാൻ കേട്ടോ. അത് പറഞ്ഞ് ആ സംഭാഷണം അവസാനിപ്പിച്ചു. വൈകിട്ട് ചായയൊക്കെ കുടിച്ച് എല്ലാവരും ഇരിക്കുകയാണ്. അപ്പോഴാണ് മുറ്റത്തേക്ക് ഒരു കാറ് വന്നു നിന്നത്. അതിൽ നിന്നും ഒരാൾ പുറത്തേക്കിറങ്ങി. രാധിക ഉമ്മറത്തേക്ക് ചെന്നു. വിശ്വനാഥൻ എന്ന് പറയുന്ന ആളുടെ വീടാണോ ഇത്? അതെ. എന്താ? ആൾക്ക് ചെറിയൊരു ആക്സിഡൻറ്റ്. പേടിക്കാനൊന്നുമില്ല. അത് പറഞ്ഞപ്പോഴേക്കും എല്ലാവരും ഞെട്ടിപ്പോയിരുന്നു. രാധിക കരയാൻ തുടങ്ങി. ഷിലു ആണെങ്കിൽ നിന്ന നിൽപ്പിൽ സ്തംഭിച്ചു പോയി. അച്ഛനോട് ദേഷ്യമുണ്ടെന്ന് പറയും. എങ്കിലും അച്ഛനെന്നാൽ അവൾക്ക് ജീവനാണ്. അച്ഛന് ആക്സിഡൻറ്റോ? ഒരു നിമിഷം അവൾ എന്ത് ചെയ്യണം എന്നറിയാതെ നിന്നു. ശേഷം പുറത്തേക്കിറങ്ങി അയാളോട് ചോദിച്ചു, ഏത് ഹോസ്പിറ്റലാണ്? CMS ഹോസ്പിറ്റൽ. അത് പറഞ്ഞതും അവൾ പിന്നെ കാത്തു നിൽക്കാതെ കാറിൻ്റെ കീ എടുത്ത് ഇറങ്ങി. അമ്മ വാ. അത് പറഞ്ഞ് രാധികയെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ ചെന്ന് റിസപ്ഷനിൽ ചോദിച്ചപ്പോൾ ആൾ ICUവിലാണ് എന്ന് പറഞ്ഞു. ICUവിലാണെന്ന് പറഞ്ഞു. വീട്ടിൽ വന്ന് വിവരം പറഞ്ഞ പയ്യനാണ് കൊണ്ടുവന്നത് എന്നും പറഞ്ഞു. അയാൾക്ക് എന്തോ തിരക്കുള്ളതുകൊണ്ട് ഷിലുവിനോട് പറഞ്ഞ് അയാൾ തിരികെ പോയി. ICUവിൽ കിടക്കുന്ന വിശ്വനാഥനെ വാതിലിൻ്റെ പുറത്തുകൂടി ഷിലു നോക്കിക്കണ്ടു. അവളുടെ കണ്ണിൽ അച്ഛൻ്റെ മുഖം തെളിഞ്ഞു വന്നു. കണ്ണുകളിൽ വെള്ളം ഉരുണ്ടുകൂടി. കണ്ണുനീർ ഇറ്റ് കയ്യിൽ വീണപ്പോഴാണ് താൻ കരയുകയാണെന്ന് അവൾക്ക് മനസ്സിലായത്. രാധികയെ നോക്കുമ്പോൾ ICUവിൻ്റെ മുൻപിൽ കസേരയിലിരുന്ന് അവർ കരയുകയാണ്. അത് കണ്ടതും അവളുടെ ഉള്ളിൽ സങ്കടം വീണ്ടും കൂടി. താൻ കൂടി തളർന്നു കഴിഞ്ഞാൽ ശരിയാവില്ല എന്നവൾ ഓർത്തു.
ഒരു നിമിഷം താനും അച്ഛനെ വേദനിപ്പിച്ചു എന്നോർക്കെ അവൾക്ക് വീണ്ടും സങ്കടം അധികരിച്ചു. അവൾ അമ്മയുടെ അരികിൽ വന്നിരുന്നു. അവരുടെ തോളിൽ കൈവച്ചു. അപ്പോഴേക്കും അവർ അവളെ മുഖമുയർത്തി നോക്കി. ശേഷം അവളെ അവരിലേക്ക് ചേർത്തിരുത്തി. കുറച്ചു നേരത്തിന് ശേഷം ഒരു നേഴ്സ് ICUവിൻ്റെ പുറത്തേക്കിറങ്ങി വന്നു. അവരെ കണ്ടതും അവൾ അവരുടെ അടുത്തേക്ക് ചെന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട് മാഡം? ഒന്നും പറയാനായിട്ടില്ല. നിങ്ങൾ ആളുടെ ആരാണ്? മകളാണ്. ആള് കാറിൽ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. സോ വണ്ടി ഇടിച്ചപ്പോൾ നന്നായി തന്നെ ചെസ്റ്റ് വന്ന് സ്റ്റിയറിങ്ങിൽ ഇടിച്ചിട്ടുണ്ട്. ഫർദർ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞാൽ മാത്രം എന്തെങ്കിലും പറയാൻ പറ്റൂ. ബാക്കിയൊക്കെ ഡോക്ടർ പറയും. അത് പറഞ്ഞ് അവർ നടന്നുപോയി. രാധിക ചോദിച്ചപ്പോൾ ഷിലു ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞു. അമ്മ വീണ്ടും കരയുന്നത് കാണാൻ വയ്യ. അല്പനേരം കഴിഞ്ഞതും ബന്ധുക്കളൊക്കെ എത്താൻ തുടങ്ങി. എല്ലാവരും വന്ന് എന്താണ് കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വലിയമ്മയോട് കാര്യം പറഞ്ഞു. അത് പിന്നെ എല്ലാവരും അറിഞ്ഞു. കുറച്ചു നേരം കൂടി കഴിഞ്ഞപ്പോൾ ഓരോരുത്തരും പോയി. അമ്മായിയും അമ്മാവനും വലിയമ്മയും അവരുടെ ഭർത്താവും മാത്രമായി. വലിയച്ഛൻ സിസ്റ്റർ വന്ന് പറയുന്ന മരുന്നൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. അല്പനേരം കഴിഞ്ഞതും ഒരു സിസ്റ്റർ വന്ന് വിശ്വനാഥൻ്റെ ആരാണ് കൂടെയുള്ളത് എന്ന് ചോദിച്ചു. ഞാനാണ്, ഷിലു പറഞ്ഞു. ഡോക്ടർ വിളിക്കുന്നുണ്ട്. അത് പറഞ്ഞ് അവർ ഡോക്ടറുടെ ക്യാബിനിലേക്ക് നടന്നു. അമ്മാവൻ പോകാം എന്ന് പറഞ്ഞുവെങ്കിലും ഞാൻ പോകാം എന്ന് പറഞ്ഞ് തടഞ്ഞ് അമ്മാവന് പകരം ഷിലു തന്നെ പോയി. എങ്കിലും അമ്മാവനും അവളുടെ കൂടെ വന്നു. ക്യാബിൻ ഡോർ തുറന്ന് അകത്തേക്ക് കയറി. ഡോക്ടർ ഇരിക്കാൻ പറഞ്ഞു. നിങ്ങൾ പേഷ്യൻറ്റിൻ്റെ ആരാണ്? ഞാൻ മകളാണ്, ഷിലു പറഞ്ഞു. ഞാൻ ഭാര്യയുടെ ആങ്ങളയാണ്. ഇവിടെ വരുമ്പോൾ പുറമേ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ആൾക്ക്. ജസ്റ്റ് നെറ്റി ഒന്നും മുറിഞ്ഞത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇൻറ്റേർണൽ ഡാമേജസ് ഒരുപാടുണ്ട്. ഡോക്ടർ, ഏയ് പേടിക്കാൻ പറഞ്ഞതല്ല, മരത്തിലേക്ക് ഇടിച്ചതാണ് എന്നാണ് ഇവിടെ കൊണ്ടുവന്ന ആൾ പറഞ്ഞത്. മാത്രമല്ല ഇയാൾ സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചെസ്റ്റ് ഇടിച്ച് റിബ്സ് ബ്രേക്ക് ആയിട്ടുണ്ട്. അത് ഹേർട്ട് വെയിൻ ഡാമേജ് ആക്കിയിട്ടുണ്ട്. സോ ഒരു മേജർ സർജറി ഇപ്പോൾ തന്നെ വേണം. ഇല്ലെങ്കിൽ ഇൻറ്റേർണൽ ബ്ലീഡിങ് കൂടും. സർജറി കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും പറയാൻ പറ്റൂ. അതുകൂടാതെ കൈക്കും ഫ്രാക്ചർ ഉണ്ട്. എല്ലാം കൂടെ കേട്ടതും ഷിലു ആകെ തളർന്നു. ഡോക്ടർ സംസാരിച്ചു കഴിഞ്ഞതും ഇരുവരും പുറത്തേക്കിറങ്ങി. എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞതും എല്ലാവരും കരച്ചിലായി. ഒരു റൂം എടുത്ത് എല്ലാവരും അങ്ങോട്ടിരുന്നു. എല്ലാവരും തളർന്നു പോയിരുന്നു. ഷിലു ICUവിൻ്റെ മുൻപിൽ നിന്ന് മാറാൻ കൂട്ടാക്കിയില്ല. അല്പനേരം കഴിഞ്ഞ് ഒരു സിസ്റ്റർ വന്ന് സർജറിക്കുള്ള അനുമതി വാങ്ങി. അതിലൊപ്പുവെക്കുമ്പോൾ ഷിലുവിൻ്റെ കൈകളൊന്ന് വിറച്ചു. അവൾ തളർന്ന് കസേരയിൽ തന്നെ ഇരുന്ന് സകല ദൈവങ്ങളെയും മനസ്സിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. കുറച്ചു നേരം ആ ഇരിപ്പ് തുടർന്നു. അപ്പോഴാണ് തനിക്ക് പരിചിതമായ ഒരു ശബ്ദം അവൾ കേൾക്കുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ ഡോക്ടറിനോട് സംസാരിച്ചു വരുന്ന സൂര്യൻ. യൂണിഫോമിലാണ്. കൂടെ 1-2 പോലീസുകാർ വേറെയുണ്ട്. അവൾ അവനെ നോക്കി. ഡോക്ടറോട് എന്തോ കാര്യമായി സംസാരിക്കുവാണ്. അഡ്മിറ്റായിട്ട് ഇപ്പോൾ എത്ര സമയമായി? ഒരു 2 hours ആയി കാണും സാർ. ആളുടെ ഫാമിലി വന്നിട്ടുണ്ടോ? ഉണ്ട്. ദാ അതാണ് അയാളുടെ മകൾ. അത് പറഞ്ഞ് ഡോക്ടർ ഷിലുവിൻ്റെ നേരെ വിരൽ ചൂണ്ടി. തുമ്പി. അവൻ്റെ ചുണ്ടുകൾ മൊഴിഞ്ഞു. അപ്പോൾ അമ്മാവനാണോ ആക്സിഡൻറ്റ് സംഭവിച്ചത്? അവൻ നോക്കുമ്പോൾ അവളുടെ കൂടെ അല്പം പ്രായമായ ഒരു വ്യക്തിയുമുണ്ട്. ആളുടെ കണ്ടീഷൻ കുറച്ച് മോശമാണ്. സർജറി കഴിയാതെ ഒന്നും പറയാനാവില്ല. ഡോക്ടർ പറഞ്ഞതും അവൻ അയാളെ നോക്കി. ശേഷം ഷിലുവിനെ തന്നെ നോക്കി നിന്നു. അവളും അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. സാർ വരൂ, ക്യാബിനിലിരുന്ന് ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അത് പറഞ്ഞ് ഡോക്ടർ അവനുമായി ക്യാബിനിലേക്ക് കയറി. കയറുന്നതിനു മുൻപ് സൂര്യൻ ഷിലുവിനെ ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും അവളുടെ നോട്ടം മറ്റെങ്ങോ ആണ്. എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട്. അതിനനുസരിച്ച് കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകുന്നുമുണ്ട്. അവളുടെ ഉള്ളിൽ സങ്കടത്തിൻ്റെ ഒരു കടലിരമ്പുന്നത് മറ്റാരേക്കാളും നന്നായി അവന് മനസ്സിലായി. ഡോക്ടറുടെ ക്യാബിനിലിരുന്ന് വിശ്വനാഥൻ്റെ കാര്യമൊക്കെ കേൾക്കുകയാണ് സൂര്യൻ. ഡോക്ടർ അയാളുടെ ഡീറ്റെയിൽസ് മുഴുവൻ സൂര്യനോട് പറയുന്നുണ്ട്.
അതൊക്കെ കേൾക്കുന്നുണ്ട്. എങ്കിലും അവന് അല്പം മുൻപ് ഷിലുവിനെ കണ്ടതാണ് മനസ്സിൽ. ഒരു ആക്സിഡന്റ് ഉണ്ടായി എന്ന് കേട്ടപ്പോഴാണ് ഇറങ്ങിയത്. മരത്തിലിടിച്ചതാണ് എന്നാണ് കേട്ടത്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ വേഗം പോന്നതാണ്. അതൊരിക്കലും അമ്മാവനാണെന്ന് കരുതിയില്ല. പെട്ടെന്ന് അവിടെ തുമ്പിയെ കണ്ടതും ശരിക്കും ഞെട്ടിപ്പോയി. ഒരാഴ്ചയായി കണ്ടിട്ട്. ഇങ്ങനെ ഒരു കണ്ടുമുട്ടൽ വിചാരിച്ചുകൂടെയില്ല. ആകെ ക്ഷീണിച്ചിരിക്കുന്നു എൻ്റെ തുമ്പി. കണ്ണൊക്കെ കരഞ്ഞു വീങ്ങി, മുഖമാകെ ചുവന്നിരിക്കുന്നു. അല്ലെങ്കിൽ തന്നെ സങ്കടത്തിലായിരുന്നു. ഇപ്പോൾ വീണ്ടും എന്തിനാ ഈശ്വര പാവത്തിനെ ഇങ്ങനെ? അതൊക്കെ ഓർത്തിരുന്നപ്പോഴാണ് ഡോക്ടർ അവനെ വിളിച്ചത്. സാർ. എന്താ? ഇനി വല്ല പ്രൊസീജിയേഴ്സ് ഉണ്ടോ? നോ. കേസ് ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സോ നോ മോർ പ്രൊസീജിയേഴ്സ്. അത് പറഞ്ഞ് ഡോക്ടറോട് നന്ദി പറഞ്ഞ് അവൻ ഇറങ്ങി. തുടരും. അപ്പോൾ സ്റ്റോറി കേട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് വരുന്നത് വരെ ബൈ.